മുത്തശ്ശിയുടെ എല്ലാം കരച്ചിലും വിളിയൊക്കെ തന്നെ. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ചെന്ന് ബാനെ കണ്ടപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് തോന്നിയ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മളെ മക്കൾ ഉറങ്ങി കിടക്കുമല്ലോ, ഉറങ്ങിക്കിടക്കുന്നവരുടെ തോന്നിയ. അപ്പോൾ അത്രയും ദുഃഖമാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുണ്ടായതുപോലുള്ള ഒരു ഫീലിംഗാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാം കാരണക്കാരായവർ ഏതെങ്കിലും മുടന്ത ന്യായം പറഞ്ഞെന്ന് രക്ഷപ്പെടാൻ നോക്കേ വേണ്ട. അല്ല, അത് നടപടിയുടെ കാര്യങ്ങളൊന്നും ഇപ്പം പത്രക്കാരുടെ പറയാൻ പറ്റില്ല. അതൊന്ന് ആലോചിച്ചിട്ട് പറയാൻ നോക്കാം. മുഴുവൻ റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടില്ല, പറയാൻ പറ്റുള്ളൂ. ഈ ലൈനുകളിൽ കവചിത കേബിളുകളാക്കാൻ വേണ്ടിയിട്ട് KSEB സമീപിച്ചിരുന്നു. സ്കൂൾ അധികൃതർ അടുത്ത മീറ്റിംഗിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. ഇന്നലെ വൈദ്യുതി മന്ത്രി പറയുകയും ആ റിപ്പോർട്ടിൽ വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ അക്കാര്യമുണ്ട്. അതെന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? വൈദ്യുതി മന്ത്രി പറഞ്ഞ ആയിരിക്കും ശരി. എനിക്കതിനെപ്പറ്റി അത്ര വിവരമില്ല. നിങ്ങൾ ഇതിലൊന്ന് മനസ്സിലാക്കി നോക്കുള്ളൂ. ഇതാണ് സർക്കുലർ ഇറക്കി ഗവൺമെന്റ് ഇറക്കിയുള്ള 10 പേജുള്ള സർക്കുലറാണ് സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ സ്കൂൾ സുരക്ഷ, അറ്റകുറ്റപ്പണികൾ, സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, നിർമ്മാണ പത്രം നടക്കുന്ന സ്കൂളുകൾ വാടക കെട്ടിടത്തിലാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം, നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ റൗണ്ട് ചെയ്ത് കെട്ടുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ, സ്കൂൾ, അങ്ങനെ സകല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. എനിക്ക് ഇതെല്ലാം ഇവരൊക്കെ ബന്ധപ്പെട്ട വായിക്കേണ്ടവരും വായിച്ച് നടപ്പിലാക്കേണ്ടവരും അത് ആ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളവരെ പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും താങ്ങാൻ കഴിയാത്തതിനപ്പുറമുള്ള ദുഃഖമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇനി ഒരു മകനും ഇങ്ങനെ നമ്മളൊരു വിദ്യാലയങ്ങളിൽ ഇതേപോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതിന് ഉള്ള ഒന്നുകൂടി ജാഗ്രത പാലിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും.